ആണായാലും പെണ്ണായാലും നാണം വേണവിടെ. അന്തസ്സുള്ളവരാണെങ്കിൽ അധ്വാനിച്ചിട്ടേ ഭക്ഷണം കഴിക്കൂ. ദിവസം 2 ആയില്ലേ നീ ഇവിടെ ഒന്ന് കൂടിയിട്ട്? ഇതുവരെ കമന്ന് കിടക്കുന്ന ഒരു പ്ലാവിലെ മലത്തി വെച്ചിട്ടുണ്ടോടി നീ? തീറ്റയും കുടിയുമായിട്ട് രണ്ടും ഇവിടെ തന്നെ കൂടുമ്പോ എന്തെങ്കിലും പണിയും കൂടെ ചെയ്യണ്ടേടി. ഇതൊരുമാതിരി തൊഴിലുറപ്പുമാരുടെ കൂട്ട്. ഹോ, നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ കാര്യം? അധ്വാനിച്ചിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നിൽക്കുന്ന ഒരു കൊച്ചിനെ അല്ലാതെ. കരഞ്ഞു കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നീയും കൊച്ചുമൊക്കെ പണി ചെയ്തേ പറ്റുമോ ഇല്ലയോ? വാ തുറന്ന് വർത്താനം പറയണം. ബധിരമൂക ഭാഷയൊന്നും എനിക്ക് വശമില്ല. ചെയ്തോളാം ഞാൻ. രാവിലെ വീടടിച്ചു തുടയ്ക്കണം, മിറ്റം തൂത്തു വൃത്തിയാക്കിയിടണം, രാവിലെയും വൈകിട്ടും ഗാർഡൻ നനയ്ക്കണം. അതൊക്കെ വേണമെങ്കിൽ ഇതിനെ കൊണ്ടങ്ങ് ജയിക്കാനുള്ളതേ ഉള്ളൂ. അടുക്കളപ്പണിയാണ് പ്രധാനം. നാക്കി വെക്കാൻ കൊള്ളാവുന്ന വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കണം. അത് കൃത്യമായി ചെയ്യിക്കേണ്ട ചുമതല ദേവയാനിക്കാണ്. ഏതേലും കറി മോശമായിട്ട് കണ്ട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കും ഞാൻ. എന്നിട്ട് അതിനുള്ള പണം ദേവയാനിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അയ്യോ, എന്റെ പൊന്ന് സാറെ, ചതിക്കല്ലേ. ഞാനും അച്ഛനില്ലാത്ത 2 പിള്ളേരും കൂടി കഞ്ഞി കുടിച്ചു പോകുന്നത് ഇവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടാ. പണം തരികയില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ദേവയാനി. ഇവളെ കൊണ്ട് പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്യിച്ചാൽ 1 നോട്ട് പോലും കുറയാതെ ശമ്പളം ഉള്ളം കയ്യിലോട്ട് വെച്ചു തരും. എന്നാലും സാറേ, അരവിന്ദാക്ഷന് വാക്കൊന്നേ ഉള്ളൂ എന്ന് ദേവയാനിക്ക് അറിയാമല്ലോ. നീ ഇവിടെ എന്തോ കാണാൻ നിൽക്കുക? ആ പിത്തം പിടിച്ച നരന്ത് കൊച്ചിങ്ങനെ വായിന്ന് വെള്ളം ഒലിപ്പിച്ച് ഈ തീൻമേശയുടെ അടുത്ത് നിന്നാലേ ബാക്കിയുള്ളവന് വല്ല വയറ്റുവേദനയും വരും. അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട പണി ദേവയാനി ചെയ്തോളൂ. അച്ഛൻ ആരാടാ മോനെ? കൊണ്ടുപോയിരുന്നില്ല എന്നെ കൂടെ. ഒരു മെഴുകുതിരി പോലെ ഞാൻ എരിഞ്ഞു തീരാൻ വേണ്ടി മാത്രം. എന്തിനാ ഇങ്ങനൊരു ജീവിതം കൂടി മാത്രം ബാക്കി വെച്ചത്? കയ്യെ പിടിച്ച് ഓടി നടക്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങള്. മനസ്സൊന്ന് പടച്ചപ്പോ കാവലാവായിരുന്നില്ലേ നിങ്ങക്ക്? അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ധൈര്യം പോലും ഇല്ലായിരുന്നു ഈ മൈനയ്ക്ക്. അല്ലെങ്കിൽ കൂടെ വന്നേനെ ഞാൻ. സുഷമ, തികച്ചും പേഴ്സണലായ ഒരു കാര്യമായതിനാലാണ് ഓഫീസ് പ്രൊമൈസസ് വേണ്ടെന്ന് വെച്ചത്. സുഷമയ്ക്കറിയാലോ എൻ്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ. അതിൽ സുഷമ കൂടി ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആയതുകൊണ്ടാണ് സുഷമയോട് തന്നെ ഇക്കാര്യം പറയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. സാധുവായ ഒരു പെൺകുട്ടിയും കുഞ്ഞും അനാഥരാകാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അനിയത്തി അവളുടെ ജീവിതം തന്നെ പണയം വെച്ചത്. എൻ്റെ സഹോദരി ആർക്കു വേണ്ടി അത് ചെയ്തോ അവളുടെ സഹോദരൻ കാരണം എൻ്റെ അനിയത്തിയുടെ ജീവിതം തകരാൻ പോവുകയാണ്. ഈ ഗെയിം തുടങ്ങി വെച്ചത് മാനസയാണെങ്കിലും അത് പൂർത്തിയാക്കാൻ അവളെ സഹായിച്ചത് സുഷമയാണ്. സുഷമയുടെ സുപ്പീരിയർ ഓഫീസറായ എൻ്റെ കൂടി കണ്ണു കെട്ടിയുള്ളൊരു കളിയായിരുന്നു അത്.
ഒരു പാവം പോലീസുകാരനാണേ. സിദ്ധാർത്ഥനല്ലേ? അതെ. വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? സാറ് വിളിക്കുന്നു. ഏത് സാറ്? വാ. ഏത് സാറാണെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ കാണാലോ. വാ വാ. സർ, സിദ്ധാർത്ഥന് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എങ്ങോട്ടോ യാത്രയിലാണെന്ന് തോന്നുന്നല്ലോ. എങ്ങോട്ടാണെന്ന് പറ, ഈ തമ്പി കൊണ്ടുപോയേക്കാം. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ സിദ്ധാർത്ഥ?